നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാ ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ റോജി എം ജോൺ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിപ്ലവകരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. വളരെ വിപ്ലവകരം കൈയടിച്ച് തന്നെ കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിനാണ് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് താനൊരു UDFന്റെ മന്ത്രിയാണെന്ന്. റോജി എം ജോണിന് സത്യം അദ്ദേഹത്തിന് ഇപ്പോൾ ബോധ്യപ്പെട്ടതേ ഉള്ളൂ. കാരണം മോഹൻ കുന്നുമ്മൽ കഴിഞ്ഞ ദിവസം വന്ന് ഇളിഭ്യനായി മടങ്ങിപ്പോയി. അത് ഭയങ്കര രസകരമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. മോഹൻ കുന്നുമ്മൽ വന്നിട്ട് കാര്യം എന്താ, പാർട്ടിയാകാൻ ആഗ്രഹിക്കുന്ന ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. പാർട്ട CJP കോക്രോച്ച് ജനതാ പാർട്ടി. മോഹൻ കുന്നുമ്മൽ വിദ്യാർത്ഥികളുടെയൊക്കെ വന്ന് നിന്നുകൊണ്ട് ചോദ്യമാണ്. കുട്ടികളാരും ഇല്ല എന്ന് പറഞ്ഞില്ല, നിശബ്ദരായി കുട്ടികൾ. കാര്യം അതിന് പറ്റിയ മറുപടിയാണ് ആ കുട്ടികൾ കൊടുത്തത്. നാണമുണ്ടായിരുന്ന മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന VC നിങ്ങൾക്ക് ഇങ്ങനെ കയറിയുന്നുണ്ട് പ്രസംഗിക്കാൻ. ഈ മോഹൻ കുന്നുമ്മൽ അടക്കം അതോടൊപ്പം തന്നെ നിരവധി ഈ പറയുന്ന പോലെ ഈ മോഹൻ ഭഗവത് പങ്കെടുത്ത ചടങ്ങിൽ ഈ മോഹൻ കുന്നുമ്മൽ, MG സർവകലാശാലയുടെ VC ആയിരുന്ന D മാവൂത്ത്, മലയാള സർവകലാശാലയിലെ VC ആയിരുന്ന CR പ്രസാദ്, ഇവർ 3 പേരും ഇരുചെവി അറിയാതെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മോഹൻ ഭഗവത്, അതായത് ആരാണെന്ന് അറിയാമല്ലോ, RSS ആചാര്യൻ എന്നൊക്കെ വിളിക്കാൻ പറ്റും. ഇദ്ദേഹം പങ്കെടുത്ത ചടങ്ങിൽ അതീവ രഹസ്യമായി 3 VCമാർ, MG യൂണിവേഴ്സിറ്റിയുടെയും മലയാള യൂണിവേഴ്സിറ്റിയുടെയും അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും നേതാക്കന്മാർ, VCമാർ പങ്കെടുത്തു. ഇത് കഴിഞ്ഞിട്ട് നാള് കുറേയായി. റോജി എം ജോൺ കണ്ടതേയില്ല ഇവരിങ്ങനെ പങ്കെടുക്കുന്നത്. ഇപ്പം റോജി എം ജോൺ പറയുന്നത് എന്താ, ഒരാളും അതായത് VCമാരും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചടങ്ങുകളിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പേരെടുത്ത് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടായോ? ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഇതിൽ തന്നെ കണ്ണിപ്പൊടിയിടലാണ്. അതായത് നമ്മളെ ഒന്ന് പറ്റിക്കുക. ഇതേണ്ട, ഞങ്ങളെല്ലാവരും RSSനെതിരാണ്, ഈ RSSന്റെ പരിപാടിയിൽ VCമാർ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. കാരണം ഇനിയിപ്പോൾ അവർക്ക് പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ രസകരമായൊരു കാര്യം സംഭവിച്ചത്, ഇവിടെ ആലോചിച്ച് നോക്കിക്കോളൂ. MG സർവകലാശാലയിൽ VC അല്ലെങ്കിൽ നമ്മുടെ ആർലേക്കർ തനിക്ക് ഇഷ്ടമുള്ള പോലെ അതിനകത്ത് സെനറ്റിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിലും സംഘപരിവാറിസം കൊണ്ടുവന്നു. ഇനി മലയാള സർവകലാശാലയിലും ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ VCയും ഈ രീതിയിൽ അവിടെ ഇത് കൊണ്ടുവന്നു. അതായത് CR പ്രസാദ് അവിടെ സംഘപരിവാരത്വം കൊണ്ടുവന്നു. കാരണം CR പ്രസാദ് അവിടെ ഇരിക്കുകയല്ലേ, മോഹൻ ഭഗവതിന്റെ പരിപാടി പങ്കെടുത്ത ആൾക്കാർ. അപ്പം നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ എല്ലായിടത്തും ഈ പറയുന്ന സംഘപരിവാർ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. അതിന് പറ്റിയ ആൾക്കാരെയും അവിടെ എടുത്തു വെച്ചു. ഇത്ര കഴിഞ്ഞിട്ടും കമ എന്നൊരു അക്ഷരം ഇണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോട്ടെ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഭരണകാലഘട്ടത്തിൽ നമ്മുടെ ഗവർണർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്കെതിരായി എന്തെങ്കിലും ചെറുവിരൽ അനക്കം എന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിക്കേണ്ടത് ആരായിരുന്നു? UDF ആയിരുന്നു. കാരണം എന്താ, UDF ഇവിടെ പറഞ്ഞു പരത്തിയിരുന്ന ഏറ്റവും വലിയ ആയുധം എന്താണ്? ഇവിടുത്തെ CPM BJPക്കാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ്, അങ്ങനെയുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്ത ഒരു ടീമാണ് ശരിക്കും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ആ സാഹചര്യത്തിൽ ആ നരേറ്റീവ് സത്യസന്ധമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും UDFനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഇവിടുത്തെ നമ്മുടെ ആർലേക്കർ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന നയപരിപാടികൾക്കെതിരായി പ്രവർത്തിക്കാമായിരുന്നു. നാക്കുകൊണ്ടെങ്കിലും ഒരു അക്ഷരമെങ്കിലും ഉരിയാടാമായിരുന്നു. ഉരിയാടിയിട്ടേയില്ല. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇവർ അധികാരത്തിൽ കയറിയതിനു ശേഷം അവർക്ക് അല്ലെങ്കിൽ താക്കോൽ സ്ഥാനങ്ങളിലേക്കെല്ലാം ഈ പറയുന്ന സംഘപരിവാറുകാരെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. യൂണിവേഴ്സിറ്റികളിൽ സംഘപരിവാറുകാർ കയറി ഇറങ്ങി നടക്കുന്നു. അപ്പോൾ സകലമാന മേഖലകളിലും സംഘപരിവാറുകാരെ കൊണ്ട് നിറച്ചതിന് ശേഷം ഇപ്പൊ പറയുകയാണ് VCമാരും ഇങ്ങനെയൊരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറയുകയാണ്. എന്ത് വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. ആ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന എന്താ, അവിടെ ഒരു സംഘപരിവാറുകാരനായ ഒരാൾ അവിടെ പോർട്ട് സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. പിണറായി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരിക്കുന്നു അല്ലേ? നമുക്ക് അടുത്ത ഇങ്ങോട്ട് നോക്കിക്കോളൂ, എവിടെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കിക്കോളൂ. ഈ സംഘപരിവാർ അനുകൂലമായ രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ ഒപ്പുവെക്കാം. കാരണം എന്താ, അപ്പോഴും കഴിഞ്ഞ സർക്കാരിനാ കുറ്റം. കഴിഞ്ഞ സർക്കാർ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ശരി, അത് PM ശ്രീയിൽ ഒപ്പുവെച്ചോളൂ, പക്ഷേ ഇവിടെ NEP നടപ്പിലാക്കരുത്. പക്ഷേ നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു? 265 സ്കൂളുകളുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് കൊടുത്തു കഴിഞ്ഞു. ഈ സ്കൂളുകളിൽ നിങ്ങൾ NEP നടപ്പിലാക്കിക്കോളൂ, അത് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു പരിപാടിയിലേക്ക് പോവാണ്, PMAY. എന്താണ്?
ഈ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാമെന്ന പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽ പറഞ്ഞ എന്താ PMAVയുടെ ലോഗോ പതിപ്പിക്കണം എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ പതിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ലോഗോ പതിപ്പിക്കാം. കഴിഞ്ഞ സർക്കാർ എടുത്ത നിലപാട് എന്തായിരുന്നു? കഴിഞ്ഞ സർക്കാർ പറഞ്ഞു ഒരു കാരണവശാൽ അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും ഒരു സ്റ്റിക്കർ പോലും അവിടെ ഒട്ടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കഴിഞ്ഞ സർക്കാരിലെ പിണറായി വിജയൻ നട്ടലുയർത്തി എന്ന് പറഞ്ഞിരുന്നു. നട്ടലുയർത്തി എന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അത് തന്നെ നടപ്പിലായില്ലേ ഇവിടെ? എന്നിട്ടോ ഈ സ്റ്റിക്കർ ഈ ലോഗോ ഒട്ടിക്കുകയും വേണം, പകരം 1 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ ഉണ്ടാവുകയും വേണം. 4 ലക്ഷം എന്നുള്ളത് 3 ചുരുക്കി. അപ്പോൾ 3 ലക്ഷം രൂപയെ തരികയുള്ളൂ. 1 ലക്ഷം രൂപ ഈ ഗുണഭോക്താവ് തന്നെ എടുക്കുകയും വേണം, ഈ ലോഗോ പതിപ്പിക്കുകയും വേണം. എങ്ങനെയുണ്ട്? എങ്കിൽ പിന്നെ അവരുടെ കാൽച്ചുവട്ടിൽ അഭയം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അപ്പം ഈ 2 കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഉമീദുമായി ബന്ധപ്പെട്ട ഉമീദ് ആക്ട് ഭേദഗതി വന്നു. ഉമീദ് ആക്ട് ഭേദഗതി വന്നതോടുകൂടി അവിടുത്തെ 14-ാം വകുപ്പ് പ്രകാരമുള്ള 2 അമുസ്ലിങ്ങളെ ഞങ്ങൾ നിയമിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു. എന്നിട്ട് VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞ എന്താ? അതുമായി ബന്ധപ്പെട്ട, അതായത് വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ടേൺ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ ആ കേസുകൾ തീർപ്പാകുന്നവരെ ഞങ്ങൾ നിയമനം നടത്തില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ ആ കേസ് തീരുമാനമായിരുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ UDF സർക്കാർ അല്ലെങ്കിൽ UDF ഒരു സംഘപരിവാർ നയത്തിനനുസരിച്ച് രൂപപ്പെടുത്തപ്പെട്ട ഒന്നാണെന്ന് പറയേണ്ടി വരും. അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലാണ് റോജി എം ജോണിൻ്റെ വിപ്ലവകരമായൊരു ഇത് വന്നത്. എന്താണ് ഈ പറയുന്ന പാർട്ടി പരിപാടികൾ? അപ്പോഴും പറയുന്നില്ല ഇവിടെ റോജി എം ജോൺ അപ്പോഴും പറയുന്നില്ല. എന്താ പറയുന്നത്? സംഘപരിവാർ പരിപാടികളിൽ പങ്കെടുക്കരുത് ഇവിടുത്തെ VC-മാർ എന്ന കർശന നിർദ്ദേശമായിരുന്നു റോജി എം കൊടുക്കേണ്ടത്. അതുപോലും പറയാതെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് പറയുകയല്ലേ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ, സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ അവർ പങ്കെടുത്തിരുന്നു അല്ലേ? അതായത് തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിലാണ് ഇവർ പങ്കെടുത്തത്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ സങ്കല്പ് 2026 എന്ന് പറയുന്ന പരിപാടിയിൽ ഈ പറയുന്ന പോലെയാണ് രാഷ്ട്രീയ പരിപാടികൾ പങ്കെടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഇവർക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല? നമ്മുടെ റോജി എം ജോണിന് നിങ്ങൾ സംഘപരിവാറിൻ്റെ പ്രത്യേക പരിപാടികളിൽ പങ്കെടുക്കരുത്. രാഷ്ട്രീയ പരിപാടി പൊക്കോട്ടെ, ഇപ്പം പിന്നെ കോൺഗ്രസിൻ്റെ എന്താ പങ്കെടുത്തുകൂടെ? മോശമൊന്നുമില്ലല്ലോ. കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാം. ഇനി ഇടതുപക്ഷത്തുള്ളവർക്ക് ഇടതുപക്ഷത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാം. പക്ഷേ അപ്പോഴും സ്പെസിഫൈ ചെയ്യാൻ ഈ പിന്നെ ബുദ്ധിമുട്ടായി റോജി എം ജോൺ പറയുന്നു. സംഘപരിവാർ പരിപാടികളിൽ പങ്കെടുക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാനുള്ള തൻ്റെ ഇടം എന്തുകൊണ്ട് റോജി എം ജോൺ ഇല്ലാതായി പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമകളാണെന്നേ. അവർക്ക് ഇപ്പം ഇങ്ങനെ പറഞ്ഞ് മുഖം രക്ഷിക്കുക മാത്രം. അതുകൊണ്ടാണ് ഞാൻ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ഇത് നമ്മളെ പോലുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്, അല്ലാതെ ആത്മാർത്ഥതമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതല്ല എന്ന വ്യക്തമായ ബോധ്യം ഉണ്ട് എന്നുള്ള കാര്യം അവരെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.